ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങി തിയേറ്ററിക്കലി ഇതിനെന്ത് സംഭവിക്കണം അല്ലെങ്കിൽ എന്ത് കിട്ടണം എന്നുള്ളതിന് നമ്മൾ വലിയ സന്തോഷവാന്മാരാണ്. ഒരു മലയാള സിനിമ ചരിത്രത്തിൽ തന്നെ വളരെ കുറച്ച് സിനിമകൾക്ക് കിട്ടിയ ഒരു സ്വീകാര്യതയാണ് ആടുജീവിതം എന്ന സിനിമയ്ക്ക് മലയാള സിനിമ പ്രേക്ഷകർ തന്നിരിക്കുന്നത്. ഇനി അങ്ങോട്ട് എന്ത് എന്നുള്ള ചിന്തയുടെ തുടക്കം എന്ന് പറയുന്നത് സത്യത്തിൽ എന്തിന് ഇങ്ങനെ സംഭവിക്കണം, നമ്മുടെ ഇവിടുത്തെ ലീഡിംഗ് മീഡിയ പേഴ്സണാലിറ്റീസിനെ കൊണ്ട് ഒരു ഡിസ്കഷനിലൂടെ തുടങ്ങണമെന്ന് ചിന്തിച്ചതിന്റെ പ്രധാന കാര്യം തന്നെ അദ്ദേഹം പറഞ്ഞതുപോലെ ഇത് ബ്ലസ്സിച്ചേട്ടന്റെയോ എന്റെയോ സിനിമ, ബ്ലസ്സിച്ചേട്ടനും എനിക്കും ഈ സിനിമയിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്ത പൈസ അല്ലെങ്കിൽ സാമ്പത്തികം എന്നൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ആക്ച്വലി മലയാളികളോട് കടപ്പെട്ടിരിക്കുന്നു, അത് അവരെ തന്നു കഴിഞ്ഞു. പക്ഷെ അവിടെ ഇത് തീരുന്നില്ല എന്നുള്ളതാണ്. ഈ സിനിമ സൃഷ്ടിക്കാനെടുത്ത സ്ട്രഗിൾ, ഈ തിയേറ്ററിൽ ഇറങ്ങിക്കഴിഞ്ഞ് കിട്ടിയ സ്വീകാര്യത, അവിടെ കൊണ്ട് ഈ കഥ തീരുന്നില്ല എന്നുള്ളതാണ് അതിന്റെ തുടക്കം. ഇനി ഇവിടെ അങ്ങോട്ടുള്ള ട്രാവലിന്റെ തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ സിനിമ എന്നുള്ളൊരു ഐഡന്റിറ്റി ഇതിനുണ്ടാവുക എന്നുള്ളതാണ്. ഈ സിനിമയെ കുറിച്ചുള്ള ഡിസ്കഷൻസ് അല്ലെങ്കിൽ ചർച്ചകൾ തുടങ്ങേണ്ടത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയാണ്.